മാന്യ സദസ്സിന് നമസ്കാരം. ഒരു ചെറിയ കവിത വായിച്ചിട്ട് പോകാനായിട്ട് വന്ന എൻ്റെ തലയിൽ വലിയൊരു ഭാരം എടുത്ത് വച്ചത് പ്രശസ്ത സാഹിത്യകാരനും ശാസ്ത്രജ്ഞനും സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പ്രസിഡന്റുമായ ശ്രീ രാധാകൃഷ്ണൻ മാസ്റ്റർ അവരാണ്. അദ്ദേഹത്തെ പോലെ ഒരു മഹാനുഭാവനായ ആള് പറയുന്നതിന് എതിര് നിൽക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ സമ്മതിച്ചതാണ്. ഒരു കവിസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ കവിതയെക്കുറിച്ച് പറയേണ്ടത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോൾ കവിത എഴുതാത്ത ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം. 100 പേരുണ്ടെങ്കിൽ 90 പേരും കവിത എഴുതിയവരാണ്. കവിത എന്നുള്ള അർത്ഥത്തിലെടുത്താൽ അതിലെത്ര എണ്ണം അർഹത പുലർത്തുന്നു എന്ന സംശയം ഉണ്ടാകും. ശക്തിയും നിപുണതയും അഭ്യാസവും ഒത്തുചേർത്താലേ ഉത്തമ കവിത എഴുതാൻ സാധ്യമാകും എന്ന് ആചാര്യന്മാർ എഴുതി വച്ചിട്ടുണ്ട്. ഇന്ന് പലരും ഒരു എളുപ്പവിദ്യയായിട്ട് എടുത്തിരിക്കുകയാണ് കവിത എഴുതുക എന്നുള്ളത്. വലിയ മഹാന്മാരായ ആളുകൾ പോലും കവിത എഴുതിയിട്ട് അത് വേണ്ട, എൻ്റെ രംഗം അതല്ല എന്ന് കരുതി ഗദ്യത്തിലേക്ക് തിരിഞ്ഞവരുണ്ട്. അതിലൊരു പ്രധാന ആളാണ് രാധാകൃഷ്ണൻ മാസ്റ്റർ തന്നെ. ആദ്യകാലത്ത് കവിത എഴുതി തുടങ്ങിയ ആളാണ്. എൻ്റെ രംഗം അതല്ല, എനിക്ക് അതിലും നല്ല രംഗമുണ്ട് എന്ന് കരുതി ചെറിയ തീരയും നോവലിലെയും രംഗത്തേക്ക് കടന്ന ഒരു മഹാനാണ് അദ്ദേഹം. കവിത ഇപ്പോൾ എടപ്പള്ളി എന്ന സ്ഥലത്ത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും എടപ്പള്ളി രാഘവപിള്ളയും ജീവിച്ചിരുന്ന കാലത്ത് 100 ചില്ലുവാനും കവികൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ചങ്ങമ്പുഴ തന്നെ ഒരു പ്രസംഗത്തിൽ കോട്ടയത്ത് വെച്ച് പ്രസ്താവിച്ചത്. പുരോഗമന സാഹിത്യ സംഘടനയുടെ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം അധ്യക്ഷം വഹിച്ചുകൊണ്ട് പ്രസംഗിച്ചത് പുസ്തകമായിട്ട് സാഹിത്യ ചിന്തകൾ എന്ന പേരിലെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. 100 ചില്ലുവാനും കവികളുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരു ചങ്ങമ്പുഴയും ഒരു എടപ്പള്ളി രാഘവപിള്ളയും മാത്രമേ നമ്മൾ അറിയപ്പെടുന്നുള്ളൂ. കാരണം കാലത്തെ അതിജീവിക്കുന്ന സഹൃദയന്മാരുടെ ഹൃദയത്തെ ആഹ്ലാദത്തിൽ മുക്കി താഴ്ത്തുന്ന എന്തെങ്കിലും പ്രമേയം അവതരിപ്പിക്കാൻ കഴിവ് അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കവിത നിലനിൽക്കും. ഒരു എന്തെഴുതുമ്പോഴും ഹൃദയത്തിൻ്റെ ആഴത്തിൽ കൊള്ളുന്ന ആശയങ്ങള്, ഹൃദയത്തിൻ്റെ ആഴത്തിൽ കൊള്ളുന്ന ചിന്തകള് അതിനകത്തുണ്ടെങ്കിൽ, അത് ജീവിത ഗന്ധിയാണെങ്കിൽ, അത് കാലങ്ങൾക്ക് അപ്പുറത്ത് അറിയപ്പെടേണ്ടതാണെങ്കിൽ അങ്ങനെയുള്ള കവിത ദീർഘകാലം ജീവിച്ചിരിക്കും എന്ന് പറയേണ്ടി വരും. ഒരു കവി തൻ്റെ ചുറ്റുപാടും നടക്കുന്നത് എന്താണ്, തൻ്റെ ചുറ്റുപാടിൽ എന്താ ഉള്ളത്, താൻ എന്തിനെക്കുറിച്ചാണ് വായനക്കാർക്ക് പകർന്നു കൊടുക്കേണ്ടത് എന്ന് നല്ല ബോധം ഉള്ള ആളായിരിക്കണം. അല്ലാത്ത ആൾ എഴുതിയാൽ അത് പലപ്പോഴും ഉപരിപ്ലവമായിട്ട് മാറിപ്പോകും. അത് ഹൃദയാഹ്ലാദക്ഷമം ആകണമെന്നില്ല. ഇന്നിപ്പോൾ കവി സമ്മേളനങ്ങളിലുള്ള കവിതകൾ കേൾക്കുമ്പോൾ വളരെ ജുഗുപ്സാവഹമായ ഒരു ഭാവം ഈ കേൾവിക്കാരിൽ ഉണ്ടാക്കാനിടയുണ്ട്. കാരണം വെറും നിസ്സാരമായ ഗദ്യം യാതൊരു സങ്കോചവും കൂടാതെ സദസ്സിൽ വന്ന് വായിച്ച് അവനോ തന്നെ ചിരിച്ച് രസിച്ചു പോവുക, അങ്ങനെ ഉള്ളൊരു രംഗം കാണുന്നുണ്ട്. വളരെ അപഹാസ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആരും ഒന്നും പറയാറില്ല എന്നുള്ളൂ. പലരും അവനവൻ തന്നെ മനസ്സിലാക്കി പിന്മാറുകയാണ് ചെയ്യേണ്ടത്. തനിക്ക് ഇതിന് കഴിവില്ല എന്ന് കണ്ടാൽ ആ രംഗത്തേക്ക് വരാണ്ടിരിക്കുകയാണ് വേണ്ടത്. വലിയ ആളുകള് കവിത ഗദ്യത്തിൽ എഴുതിയവരുണ്ട്. ഇപ്പൊ ശലോമോന്റെ സദൃശ്യവാക്യങ്ങളൊക്കെ, ദാവീദിന്റെ സങ്കീർത്തനമൊക്കെ ബൈബിളിൽ തന്നെ 1-ാം തരം ഗദ്യ കവിതകളാണ്. അതുപോലെ ടാഗോറിന്റെ ഗീതാഞ്ജലി അതിമനോഹരമായ ഗദ്യ കവിതയാണെന്ന് പറയാം. അതുപോലെ എഴുതുന്ന ആളുകളുണ്ട്. നല്ല ഗദ്യത്തില് കവിത എഴുതുന്ന ആളുകൾ, സെബാസ്റ്റ്യനെ പോലെയുള്ള ആളുകൾ, അതിമനോഹരമായ അർത്ഥതലങ്ങളുള്ള വാചകങ്ങള് ഗദ്യത്തിലാണെങ്കിലും അത് കാവ്യമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്ന അസാധാരണ സ്ഥിതിവിശേഷമുള്ള ആളുകള് എഴുതട്ടെ ഗദ്യത്തില്. അല്ലാത്തവരെ വളരെ അപഹാസ്യരായി തീരുകയുള്ളൂ. അവർക്കും ഗുണമില്ല, കേൾവിക്കാർക്കും ഗുണമില്ല. എല്ലാ തരത്തെയും ഈ സാഹിത്യത്തിന്റെ രംഗം ശോചനീയാവസ്ഥയിലേക്ക് മാറ്റി നിർത്തുക എന്ന ഒരു
ഗതികേട് മാത്രമേ അവർക്ക് സമ്മാനിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും കവികൾ മറ്റുള്ളവരെ കണ്ട് അവരുടെ മനോഭാവം എന്താണെന്ന് മനസ്സിലാക്കി പിന്മാറേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. ഗദ്യത്തിൽ നല്ല ചമത്കാരകാരകമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ആളുകൾ എന്തിനാണ് ഈ ഗദ്യം ഉപേക്ഷിച്ച് കവിത എന്ന പേര് ലേബൽ കൊടുത്ത് ഗദ്യത്തിൽ വളരെ ശോചനീയമായ അവസ്ഥയിൽ ഏതാനും വാചകങ്ങൾ എഴുതി ആളുകളെ ഭ്രമിപ്പിക്കുന്നത്, ആളുകളെ വിഷമിപ്പിക്കുന്നത് എന്ന് ചോദിക്കാൻ എനിക്ക് തോന്നുകയാണ്. കവികൾ പലപ്പോഴും നല്ല ആയുർവേദിക ജീവിത ദർശനമുള്ളവരാണെങ്കിൽ അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അടുത്ത കാലഘട്ടത്തിന് വേണ്ടി എന്തെങ്കിലും സംഭാവന ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. ഞാൻ കൂടുതൽ കവിതയെക്കുറിച്ച് പറയുന്ന സന്ദർഭമില്ല ഇത്. കാരണം 10-30 കവികൾ കവിത വായിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഉദ്ഘാടന രൂപത്തിൽ ഏതാനും വാക്കുകൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ കവിത വായിക്കാൻ നോക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഈ കവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഒരു ചെറിയ കവിത. പുഴയൊഴുകും വഴി ഓരോ വഴിക്കും ഓടിത്തൊടുവിൽ ഓടിത്തളർന്ന് തകർന്ന് ഒഴുകും പുഴ ഉയർത്തിയിടുന്നൊരോളം ഏതോ കൈത്തോടിനുള്ളിലൂടെ ഒഴുകിയെത്തി അറിയാത്ത വഴിയൂടെ പാഞ്ഞു നീങ്ങാം മതിമോഹ സ്വപ്നശതങ്ങളോടെ. മതിവരെ ഓടിക്കിതച്ച് ഒടുവിൽ ഗതികെത്തു ചേരുന്നതെന്ന് അതൊന്നും പിടികിട്ടുകില്ലിവിടെ ആർക്കും എന്തും. പിടികൊടുക്കാതെ ഉടറിയോടി പടികടന്നോനും കടന്നിടണം കടകത്തേക്കുള്ള യാത്ര അന്ത്യം. അതുവരെ ഓടിത്തളർന്ന് അണച്ചങ്ങ് അതുലമാം വേഷവിധാനമോടെ മതിമാനെന്നോർത്തു തെളിഞ്ഞതെല്ലാം ഗതിയട്ടതില്ലെന്നരികിൽ എന്തേ ഗതി. പിന്നെ ചിലർ അക്കരയ്ക്ക് നീന്തും, ചിലർ മുങ്ങിത്താഴും, ചിലർ അണയ്ക്കും, ചിലർ യേശുമുമ്പിൽ ശീമോൻ കണക്കിൽ നടന്നുറന്നിടും കരയിലെ പോൽ. കരകടന്ന് അക്കരെ പുളകവൈപ്പിൽ നന്ദനത്തോപ്പിലേറിയേറ്റം മതമോടെ മരുമങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കിയിടും ആ ദിവ്യരൂപം. അകതാരിൽ നേരിട്ട് കണ്ടിടുന്ന ഒരു അതികൃച്ഛം സാധ്യമാർഗം. വിലയേറും ഈ ജന്മം മുന്തിരിത്തോപ്പ് ആകുന്ന നാളിൽ ഫലങ്ങൾ കഴിക്കാൻ കടയോട് ചേരുന്ന തണ്ടുകളായി തളിരിട്ട് പൂത്ത് പുളച്ചു നിൽക്കാൻ മുകളിലെ കൈ തന്നെ കനിവിയെന്ന് പിടിമുറുക്കേണം നടത്തിടണം. പണിയാണ് ഈ മോഹന മധ്യജന്മം. പാഴായിക്കളയാതെ നല്ലപോലെ വിജയിക്കാൻ സഫലമായി തന്നിടുവാൻ സകലതും സർവേശകരവിരുദിൻ സാമർഥ്യമെന്നാണ്. അതോർക്കിൽ ഏറ്റവും ആരാധ്യനായവനെ കൂപ്പും ആരും. നമസ്കാരം.